ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് വേരിയന്റ് ആണ്. ഈ വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5 ലക്ഷം രൂപയിലാണ്. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ടാറ്റ പഞ്ചിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് വേരിയന്റ് ആണ്. പുതിയ പഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ബുക്കിംഗ് ഉള്ളതും ഈ ഒരു ഗ്രേ കളറിന് തന്നെയാണ്. ഇപ്പൊ നമ്മളുടെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഒരു 3 വേരിയന്റിന്റെ വീഡിയോസ് സെയിം കളർ വാഹനത്തിലാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ഇപ്പോൾ ബേസ് വേരിയന്റ് ഒരു ടോപ്പ് എൻഡ് വരെ പുതിയ പഞ്ചിന്റെ ലുക്ക് എക്സ്റ്റീരിയറിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ടോപ്പിൽ ഒരു DRL കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്കത് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഡ്യുവൽ യൂണിറ്റ് ആയിട്ട് പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് ആ ഫോഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം. 193 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു സെയിം സിൽവർ ടച്ച് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. കാര്യം ഒരു ചെറിയൊരു പീസ് ആണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 360 ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അതിന്റെ ഫ്രണ്ട് ക്യാമറ കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടുക്ക് ടാറ്റയുടെ വലിയ ലോഗോ കാണാം. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത് ടോപ്പ് എൻഡ് ആണെന്ന് മനസ്സിലാവുക. കാരണം ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഈ 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നത്. 195 60R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ആൻഡ് ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് അലോയ്സ് കൊടുത്തിരിക്കുന്നത്. പല ടാറ്റ വാഹനങ്ങളെ അലോയ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ വീൽ കപ്പ് ആഡ് ചെയ്തോക്കണം തോന്നുമെങ്കിലും, പക്ഷെ പഞ്ചിലേക്ക് വന്നപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈനിൽ തന്നെ ആ അലോയ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. മിറേഴ്സ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം ഡ്യുവൽ ടോൺ കളറാണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ കളറുകളാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. 360 ക്യാമറ വരുന്നതുകൊണ്ട് അതിന്റെ ക്യാമറ ലെൻസ് കാണാം. ഡോർ ഹാൻഡിൽസിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 സ്മാർട്ട് കീസ് ആണ് വരുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് റൂഫ് റെയിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സിംഗിൾ ഡൺ സൺറൂഫ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഷാർഫിൻ ആന്റിന കാണാം. അപ്പൊ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ആ ഒരു ഡ്യുവൽ ടോൺ കളറ് കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. വശങ്ങളിലെ അലോയ്സും ആ 16 ഇഞ്ച് വീൽസ് വന്നപ്പോഴും അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് പഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡിലും തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റിലും മാത്രമേ നമുക്ക് കണക്റ്റഡ് LED ടെയിൽ ലൈറ്റ് വരുന്നുള്ളൂ. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ടാണ് ഈ വേരിയന്റിൽ വരുന്നത്. ഇതിന് താഴെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലൈറ്റ് കാണാം. ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് LED ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ട് വരുന്നുണ്ട്. താഴേക്ക് വന്നാൽ ഇത് ടർബോ പെട്രോളുള്ള വാഹനമാണ്. ഹൈ ടർബോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് റെഡ് ഇൻസെർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലേക്ക് ഒരു HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. പഞ്ച് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പഞ്ചിന്റെ ഒരു വേരിയന്റിലും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാണാം. 1 kg ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. നമുക്ക് സ്പെയർ വീല് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിലൊക്കെ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 366 ലിറ്റർ ആണ് പഞ്ചിന്റെ ബൂട്ട് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് ആണെങ്കിൽ നമുക്ക് സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും ടോപ്പ് എൻഡിലും ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് വലിച്ചടയ്ക്കാനായിട്ട് ഒരു ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാണാനായിട്ട് പറ്റും. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് തന്നെ പറയാം. ഡോർ പാഡും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. അത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷിൽ കാണാം. ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് 4 സ്പീക്കറും 4 ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ല് കാണാം. ട്യൂട്ടേഴ്സ് നമുക്ക്
ഈ ഒരു പോർഷൻസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ്, മാനുവൽ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ അകത്തെ ആ ഒരു ഫാബ്രിക് സീറ്റുകൾക്ക് ഒരു ഗ്രീനിഷ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സിൽവർ ലൈന് കാര്യങ്ങൾ കാണാം. ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ടർബോ വേരിയന്റ് ആയതുകൊണ്ട് വേറെ പവർ ഓപ്ഷൻസോ സംഭവങ്ങളൊന്നും തന്നെ വശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ നോൺ ടർബോ ആയിരുന്നു എങ്കിൽ ഇവിടെ നമുക്ക് ഇക്കോ സിറ്റി ഡ്രൈവ് മോഡുകൾ കാണാം. പക്ഷേ ഈ വേരിയന്റിൽ അതൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാം. ഇത് മാനുവൽ വേരിയന്റ് ആണ്, ഡെഡിക്കേറ്റഡ് ആയുള്ള ഡെഡ് പെഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം ഇപ്പോൾ എല്ലാ വേരിയന്റുകളും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിന്റെ 2 വേരിയന്റുകൾ നമുക്ക് 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനും ഇതിന് താഴെയുള്ള പ്യൂർ പ്ലസ് വേരിയന്റുകളിൽ നമുക്ക് പ്യൂർ പ്ലസ് വേരിയന്റിലൊക്കെ നമുക്ക് 8 ഇഞ്ചിന്റെ സ്ക്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ലെതർ റാബ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിട്ടാണ് വരുന്നത്. ഫുള്ളി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മാനുവൽ വേരിയന്റ് ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഈ വേരിയന്റിലും വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്പീഡോമീറ്ററും RPM എല്ലാം ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് വെഹിക്കിൾ ഇൻഫർമേഷൻ, നോട്ടിഫിക്കേഷൻ, നാവിഗേഷൻ, അതായത് നമ്മൾ മാപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നാവിഗേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ഈ ഒരു വേരിയന്റിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കാണാം, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. നല്ല ക്ലാരിറ്റിയുള്ള സ്ക്രീനാണ്, ഒരു HD ക്ലാരിറ്റിയാണ്. നമുക്കിപ്പോൾ റിവേഴ്സ് ക്യാമറ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഫുൾ HDയിൽ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് പറ്റും. അതിൽ തന്നെ 2D വ്യൂ, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ഒരു പക്ക HD ക്ലാരിറ്റിയിൽ ഒരു സോണിയുടെ സ്ക്രീനാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക് കേൾക്കാൻ നല്ല രസമാണ്. ഈ ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് 4 സ്പീക്കറും 4 ട്യൂട്ടേഴ്സും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിന് താഴെയുള്ള വേരിയന്റുകളെല്ലാം 4 സ്പീക്കേഴ്സ് മാത്രമാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് AC വെന്റ്സിന് ചുറ്റും എല്ലാം ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു EV ടച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാര്യം മറ്റ് വേരിയന്റുകളിലെല്ലാം ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റ് കണ്ടപ്പോൾ ഈ വേരിയന്റിൽ ഹസാർഡ് ലൈറ്റ് എടുത്ത് മാറ്റിയിട്ട് അതൊരു ഫുൾ വൈറ്റ് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വശങ്ങളിലായിട്ടും ആ ഒരു AC വെന്റ്സിന് ചുറ്റും വൈറ്റ് ഫിനിഷ് കാണാം. സെൻറ്റർ കൺസോളിൽ നമുക്കൊരു വൈറ്റ് ഫിനിഷാണ് വരുന്നത്. പക്ഷേ അത് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഫുള്ളി വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടച്ച് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു കവർ ഒട്ടിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ബാക്കിലെ ഡീഫോഗറിന്റെ ബട്ടൺ കാണാം. ഹിൽ ഡിസെൻഡ് കൺട്രോൾ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്ക്, 360 വ്യൂ, അതായത് നമുക്ക് സ്ക്രീനിൽ നിന്ന് 360 നോക്കാം. ഇവിടെ നമുക്ക് 360 ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ AC കൺട്രോൾസ് ആണ്. AC കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലും അറിയാനായിട്ട് പറ്റും. അതിന് താഴെ അതിൻ്റെ ഒരു ടച്ച് ബട്ടൺസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു USB Type C കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. 60 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതിനകത്ത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. അത് ടർബോ വേരിയന്റുകളിൽ മാത്രമാണ് നമുക്ക് 6 സ്പീഡ് മാനുവൽ കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നെക്സ്റ്റ് സോണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഞ്ചിനിലൊരു നമ്മളുടെ ഇക്കോ സിറ്റി എന്ന് പറയുന്ന ഡ്രൈവ് നോബുകൾ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് എന്തോ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ചും കൂടിയും പ്രീമിയം ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള സെൻട്രൽ കൺസോൾ കാണാം. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ്. നല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടി നല്ല വലിപ്പമുള്ള സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. സീൽ ബെഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിറർ ആണ്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നു. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ഡൺ സൺറൂഫ് കാണാം. ഒരു ചെറിയ സൺറൂഫ് എന്ന് പറയാം. അതിനകത്ത് എന്നാൽ ഈ ഒരു വാഹനത്തിന്റെ സൈസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള
ഒരു സൺറൂഫും ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇവിടെ സെൻട്രൽ കൺസോളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോ ബോക്സ് കാണാം. ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചറും ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇത് ടർബോ പെട്രോൾ എഞ്ചിനാണ്. നമ്മുടെ നെക്സോണിലൊക്കെ കണ്ട എഞ്ചിനാണ്. ഈ വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ യെസ്, നിങ്ങൾ കണ്ടതാണ് ഈ വാഹനം സ്റ്റാർട്ട് ആവുന്ന സമയത്തുള്ള സൗണ്ടും വൈബ്രേഷനും. പക്ഷേ ടാറ്റയുടെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് മച്ച് സൈലന്റ്. ഇതിൻ്റെ NVH കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ടാറ്റ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് ആ ഒരു ടർബോൻ്റെ ഒരു മുരൾച്ച സൗണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് യാതൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തേക്ക് നമ്മൾക്ക് കേൾക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് യാത്രക്കാരുടെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് പഞ്ചിൽ വരുന്നത്. ഡോർ പാഡ് ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം. ടൂട്ടേഴ്സ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ ഒരു 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. സെന്റർ ആംറസ്റ്റ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ആൻഡ് റൂം കാണാം. സീറ്റിന്റെ ബാക്കിലുള്ള ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 9 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫിന്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡ്റൂമിലൊന്നും കൺസേൺസ് വരുന്നില്ല. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ ടാറ്റ പഞ്ചിന്റെ ഈ ഒരു പോർഷൻസിൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ വന്നിരുന്നു. പുതിയ പഞ്ചിലേക്ക് വന്നപ്പോൾ അത് ടാറ്റ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രെയും കാണാനായിട്ട് പറ്റും. ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. സെൻട്രൽ പാസഞ്ചറിന് കൂടി ഹെഡ് റെസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കൺവീനിയന്റ് ആയേനെ. അതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിന് എൻ്റെ അഭിപ്രായത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കാർ നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ സേഫസ്റ്റ് കാർ നമ്മളുടെ പഞ്ച് തന്നെയാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനവുമാണ് പഞ്ച്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ ഈ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. പിന്നെ TPMS. അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പഞ്ചിലും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വന്നാൽ ഇതിനകത്താണ് നമ്മുടെ നെക്സോണിലുള്ള ആ ഒരു സൂപ്പർ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുത്തിരിക്കുന്നത്. ആ നെക്സോണിൽ ആ എഞ്ചിൻ അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പവറിലോ ടോർക്കിലോ ഒരു വ്യത്യാസം വന്നിട്ടില്ല. 120 PS പവറും 170 Nm ടോർക്കുമാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ. ശരിക്കും ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ആ നെക്സോണിൽ ഈ എഞ്ചിൻ അത്യാവശ്യം പവർഫുൾ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ചെറിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ അപാര പെർഫോമൻസ് ആണ്. 0 to 100 കമ്പനി ക്ലെയിം ചെയ്യുന്ന 11 സെക്കൻഡൊക്കെയാണ്. ആ ഒരു പെർഫോമൻസ് നമുക്ക് ഈ വാഹനം കാല് കൊടുക്കുന്നതിനനുസരിച്ച് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള അതിന്റെ മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈലേജ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല. ഒരു 15 ആവറേജ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. മൈലേജ് വേണ്ടവർക്ക് നമ്മുടെ 1.2 CNGയിലേക്ക് പോകാം. CNGയിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഈ ടോപ്പ് എൻഡിൽ. ആ വാഹന നേരത്തിന് നിങ്ങൾക്ക് ഒരു 24 കിലോമീറ്റർ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. 79 HP അങ്ങാണ്ട് പവർ കുറയുന്നുണ്ട്. എന്നാലും ഓടിക്കാൻ രസമുള്ള ഒരു എഞ്ചിൻ തന്നെയാണത്. കാര്യം അതിൽ CNGയിൽ പവർ കുറവാണ്. CNG വേണ്ടെങ്കിൽ സ്വിച്ച് ചെയ്ത് പെട്രോളിൽ ഓടിക്കും. പെട്രോളിലേക്ക് വരുമ്പോൾ 87 HP പവറും 114 Nm ടോർക്കും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സെയിം AMT ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ AMT CNGയിൽ വന്നത് കൊണ്ട് മൈലേജ് വേണ്ടവർക്ക് അങ്ങനെ ഓടിക്കാം, അല്ലാത്തവർക്ക് പെട്രോളിൽ ഓടിക്കാനായിട്ടും പറ്റും. ഈ വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് 11,45,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഈ ടോപ്പ് എൻഡ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ടർബോ പെട്രോളിന് നമ്മൾ 11,45,000 കൊടുത്താൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു 10,52,000. അത് ഇതിന്റെ 1.2 പെട്രോൾ എഞ്ചിനുള്ള മാനുവൽ വേരിയന്റാണ്. 10,52 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുക. അതിൽ തന്നെ നമുക്ക് AMT വരുന്നുണ്ട്. അത് 11,16,000 രൂപ. പിന്നെ നമുക്ക് വരുന്നത് ഇതിന്റെ CNG AMT ആണ്. അതായത് CNGയിൽ ഈ ടോപ്പ് എൻഡിൽ മാനുവൽ കൊടുത്തിട്ടില്ല, AMT മാത്രമേ വരുന്നുള്ളൂ. 12,65,000 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. അതായത് ടാറ്റ പഞ്ചിലെ ഏറ്റവും വില കൂടിയ ഒരു വാഹനം എന്ന് പറയുന്നത് ഈ ടോപ്പ് എൻഡിൽ വരുന്ന CNG AMT ആണ്. 12.5 ലക്ഷം രൂപ, അല്ലെങ്കിൽ 12,65,000 രൂപയാണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് പ്രൈസ് കൂടുതലാണെന്ന് പലരും കമന്റ് ചെയ്യായിരിക്കും. പക്ഷേ അതിലൊരു CNG വാഹനമാണ്, അതിനകത്ത് ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പ്രൈസ് കൂടി നിൽക്കുന്നത്. എന്തുകൊണ്ടോ ടാറ്റ
നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് കൊടുക്കാത്ത റീസണും എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് ഒരു ലിമിറ്റിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ ടർബോ പെട്രോളിനും ചിലപ്പോൾ ഒരു AMT വന്നേക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടാറ്റയ്ക്ക് ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്ക് EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1650 രൂപ വെച്ചിട്ടാണ് അത് വരിക. 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ പഞ്ചിന്റെ ഏത് വേരിയന്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.